ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ ഇന്നത്തെ ട്രിപ്പ് നേരെ കുറ്റിക്കാനം. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ മുണ്ടക്കായം വരെ പോകാൻ പറ്റുള്ളൂ. പക്ഷെ അതിൻ്റെ എനിക്ക് തോന്നുന്നു വീഡിയോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ മുണ്ടക്കായം വരെ പോയായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ പ്ലേസ് എനിക്ക് തോന്നുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഇതുണ്ടോ? ഇതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് മോട്ടിവേഷൻ പറയുന്നൊരു വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. കുറ്റിക്കാനത്തോട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഞാനിപ്പോൾ എരുമേലി അടുക്കുന്നത്. എനിക്ക് തോന്നുന്നു 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ട്രിപ്പ് പോകുന്നത്. അത് നല്ല ലോങ്ങുമാണ്. എനിക്ക് തോന്നുന്നു ഒരു 20 കിലോമീറ്ററോളം മേളിലോട്ട് കയറ്റം മാത്രമാണ് കുറ്റിക്കാനം. സോ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയത്തില്ല കയറ്റാൻ പറ്റുമെന്ന്. പക്ഷേ ഇതുവരെ റെസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ എപ്പോഴും ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മുണ്ടക്കയത്ത് റെസ്റ്റ് കൊടുക്കാനുള്ള പ്ലാൻ എൻ്റെ. സോ മുണ്ടക്കയത്ത് നിന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ചെറുകെ കുറ്റിക്കാനം കയറുന്നുള്ളൂ. സോ അത് കുറച്ച് ടൈം എടുക്കും. അപ്പം ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ റൂട്ടിൻ്റെ ഒരു വീഡിയോ പോലും ഞാൻ എടുത്തില്ല. ഇതേടാ, മരത്തിൻ്റെ അകത്തുനിന്ന് മറ്റേ വെയിലടിക്കുന്നില്ലേ, എന്ത് രസമാണെന്നറിയോ ഇങ്ങനെ പക്കാട്. അങ്ങനെ ഒരു സംഭവമാണ് ഇത്ര നേരം കണ്ടോണ്ടിരിക്കുന്നത്. മുണ്ടക്കൈ ഞാൻ വീഡിയോ എടുക്കാന്ന് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇത് കാട് സമ്മതിക്കുന്നില്ലടേ. ഇത്രയും സൗന്ദര്യം നമ്മൾ കാണുമ്പോൾ എങ്ങനെ എടുക്കാതിരിക്കുന്നത്. പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എക്സാംസ് ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര ഇച്ചിരി ഷെഡ്യൂള് ടൈറ്റിലായിരുന്നു. അപ്പോൾ ഒന്നും കാര്യങ്ങളൊന്നും അങ്ങോട്ട് കറക്റ്റായിട്ട് നടന്നില്ല. സോ അങ്ങനെ ഞാൻ ഈ ആഴ്ച പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു വീഡിയോ എല്ലാ ആഴ്ചയും കറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നു. ഞാൻ ലേറ്റാക്കി ഇടുന്നത് കൊണ്ടായിരിക്കാം. ഞാൻ ബാക്കിയുള്ള ആഴ്ച ഇനി അവിടെ ചെന്നിട്ട് റെഡിയാക്കാം. കുറ്റിക്കാനത്ത് എനിക്ക് തോന്നുന്നു ഇതായിട്ടൊന്നും കാണാനില്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ, വ്യൂ പോയിന്റ്സ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ബാക്കി കാഴ്ചകൾ അവിടെ ചെന്നിട്ട്. ഞാൻ എരുമേലി വന്ന് ഇവിടെ പെട്രോൾ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ കാണിക്കാൻ പിന്നെ ഭയങ്കര ആളാണ്. പോകാൻ പറ്റുമെന്ന് ഇവിടെ തോന്നില്ല. ഭയങ്കര തിരക്കാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ വന്നെന്നുള്ളൂ ഞാൻ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പൊന്നാളി, ഞാൻ ആദ്യമായിട്ട് ഇത്രയും പെട്ടെന്നുള്ളത് കാണുന്നത്. എത്ര രസം! ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ. അടിപൊളി. അയ്യോ സൂപ്പർ. എത്തിയോടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് പെട്ടെന്നുള്ളതെന്ന് പറഞ്ഞ സാധനം കാണുന്നത്. നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും വികാരമായിട്ട് ആൾക്കാർ ഡാൻസ് കളിക്കുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ. അടിപൊളി സംഭവം. മനസ്സിന് വല്ലാത്തൊരു സുഖം. കൊള്ളാം, അടിപൊളി. മുണ്ടക്കയത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് ഞാനിപ്പം കുറ്റിക്കാനം കയറാൻ പോവാണ്. മുണ്ടക്കയത്ത് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അതന്നെ, ഇതാണ് കയറ്റം. ഇങ്ങനെ കിടക്കുവാണ് വെള്ളോട്ട്. ഫുള്ള് ചവിട്ടി കയറ്റാൻ പറ്റുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ബട്ട് ഐ വിൽ ട്രൈ. പറ്റുമെങ്കിൽ കയറ്റി ഞാൻ, ഇല്ലെങ്കിൽ റെസ്റ്റ് എടുത്ത് പോകും. ഇൻ കേസ് റെസ്റ്റ് എടുക്കുവാണെങ്കിൽ എന്തെങ്കിലും നല്ല കാഴ്ചകൾ കാണുമ്പോൾ മാത്രം. എന്തായാലും ഞാൻ കയറട്ടെ. മേളിൽ വരെ ചെന്നാൽ മതിയായിരുന്നു. അപ്പം ഫുൾ കയറ്റമാണെന്ന് എനിക്ക് തോന്നുന്നത്. മേളിലോട്ടൊരു
നോക്കട്ടെ എത്ര കിലോമീറ്റർ കയറ്റമാണെന്ന്. 1 മിനിറ്റ്. ഓക്കെ, 19 കിലോമീറ്റർ കയറ്റമാണ്. 19 കിലോമീറ്റർ ഫുൾ കയറ്റം. നോക്കാം, ഇങ്ങനെയല്ലേ ഓരോ ട്രൈ ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ വെറുതെ കുത്തിയിരുന്ന് നടക്കത്തില്ലല്ലോ. ലെറ്റ്സ് റൈറ്റ്, മേടിച്ചത് കാണാം. ഞാൻ കുറച്ച് ചവിട്ടി കുറച്ചായി. ഇപ്പോൾ ഒരു വ്യൂ കണ്ടു. ഓ മൈ ഗാഡ്, ഇതുവരെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. എത്ര നേരം കൊണ്ട് ചവിട്ടുവാണ്. ഫസ്റ്റ് വ്യൂ. ഓഫ്, അയ്യോ അടിപൊളി കേട്ടോ. എനിക്ക് വലിയ ക്ഷീണം തോന്നുന്നില്ല, കുഴപ്പമില്ലാത്ത കയറ്റം കേട്ടോ. ഇത്രയും ചവിട്ടിയിട്ട് നല്ല വ്യൂ ഉണ്ട്. ഇഷ്ടത്തിന് വണ്ടികൾ. അയ്യപ്പന്മാർ തരാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഓ അടിപൊളി. അയ്യോ, ഞാൻ ഇപ്പം 9.5 കിലോമീറ്റർ ആകുന്നുണ്ട്. ഒറ്റ സ്ട്രെച്ച് ചവിട്ടി 9.5 കിലോമീറ്റർ. ഇവിടെ അപ്പം സ്റ്റോപ്പ് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യത്തില്ലായിരുന്നു, ബട്ട് എൻ്റെ കുണ്ടി എന്നെ ചതിച്ചു. ഭയങ്കര വേദന. ഇത്ര നേരം താഴെ ഇരുന്ന് ചവിട്ടിയേ നമുക്ക് നിന്ന് ചവിട്ടാനുള്ളൊരു ഓപ്ഷൻ ഇല്ലല്ലോ കയറ്റമായതുകൊണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ല. ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ലായിരുന്നു, ഒറ്റ സ്ട്രെച്ചിൽ തന്നെ കയറിയാണ്. 9.5 കിലോമീറ്റർ ആയിരുന്നു. ഇനി 9.5 കിലോമീറ്റർ ഉള്ളൂ മേളിലോട്ട്, കറക്റ്റ് ഹാഫ്. നല്ല രസമാണ് കേട്ടോ ചവിട്ടാൻ. ഞാൻ വിചാരിച്ചു ഭയങ്കര കുത്തനെ കയറ്റം, പക്ഷേ അത്രയും കുത്തനെ കയറ്റമൊന്നുമില്ല, ബട്ട് കയറ്റമുണ്ട്. നമുക്ക് സ്ലോപ്പ് മാത്രമേ ഉള്ളൂ. പ്ലെയിൻ ഏരിയ ഒന്നുമില്ല. കയറി വരുന്നിടത്ത് നോ പ്ലെയിൻ ഏരിയ, ഫുള്ളി സ്ലോപ്പ്. സോ അത് ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് കുഴപ്പമില്ല. ഗിയർ സൈക്കിൾ ആണെങ്കിൽ ബെറ്ററാണ്. സിംഗിൾ സ്പീഡിലൊന്നും ആരും ചവിട്ടാൻ നിൽക്കില്ല, ഊപ്പാട് വരും, പതേ ഇളവ്. സോ അതുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ് ഇനി കേട്ടോ. ഇത്രയും കൂടെ ഇനി കയറി ഇങ്ങനെ കിടപ്പുണ്ടോ. വ്യൂ നല്ല അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല. നല്ല വ്യൂസും കാര്യങ്ങളൊക്കെയാണ്. സോ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് സൈക്കിൾ. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോവാം. ഗൈസ്, ഇനിയൊരു 3.9 കിലോമീറ്റേഴ്സ് ഉള്ളൂ കേട്ടോ. ഞാൻ ആ ലാസ്റ്റ് റെസ്റ്റ് എടുത്ത് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ പട്ടക്സിൻ്റെ ആ ഒരു സൈഡിലായിട്ട് എത്ര നേരം ഇരുന്ന ചവിട്ടിയതിൻ്റെ ആണോ എന്തോ വേദനയായിരുന്നു. അയ്യോ, ഞാൻ കുറച്ചേരം ഇരുന്ന് ഞാൻ കുറച്ച് നടന്നു നോക്കി, പറ്റുന്നില്ല. പിന്നെ അവസാനം ഒരു കലിങ്ങ് കണ്ട് അവിടെ കയറി കിടന്നു. അങ്ങനെ 1/2 മണിക്കൂർ അവിടെ കിടന്നു കഴിഞ്ഞിട്ടൊന്നും മാറുന്നില്ല. എന്നിട്ട് ഞാൻ കുറച്ചേരം വോട്ട് പുല്ലെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് നേരം ചവിട്ടിയപ്പോഴത്തേക്ക് ഓവർ സ്ട്രെസ് ആയി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എനിക്ക് ഒട്ടും വയ്യ. പിന്നെ ഞാൻ ഇറങ്ങി തെള്ളി. ഞാൻ 2-3 കിലോമീറ്റർ മേളിലോട്ട് തെള്ളി. അത് അപ്പോഴത്തേന് ചെറിയൊരു പെയിൻ മാറി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടി ഇങ്ങോട്ട് ആയി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെയും വേദന വന്നു. അപ്പോൾ ഞാൻ പിന്നെയും തെള്ളി. അവസാനം തെള്ളി ഞാനൊരു സ്ഥലത്ത് വന്നിരിക്കുക. കയ്യിൽ ഏത്തക്കയാണ്. ദിവസം ഏത്തക്ക അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്.